February 4th എന്ന് പറയുന്നത് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വോളന്റൈൻസ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ക്യാൻസർ ഡേ അതൊരു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ വീടുകളിലും ഒക്കെ അതിനൊരു സ്ഥാനം കിട്ടിത്തുടങ്ങി അല്ലേ. ഈ ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നുണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ ഡിസീസ് ഓഫ് ബോഡി, ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ഇൻഫോർമേഷൻ ടു. അതായത് ഈ കുറെ ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കൂടെ കലർന്നിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിലോ നമുക്കോ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഒരാളുണ്ട് എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യം ഒന്ന്. രണ്ടാമത് നമുക്ക് വരുന്ന ഒരുപാട് ഫോർവേഡ് മെസ്സേജസ്, വാട്സപ്പ് മെസ്സേജസ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. പിന്നെ എന്താ പറയുക, അവരങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഭേദം ഉണ്ടായി, അല്ലെങ്കിൽ ഒറ്റമൂലി, സിദ്ധവൈദ്യം, അങ്ങനെ കുറേ ഫേക്ക് ന്യൂസ്. എന്താ പ്രശ്നം വെച്ചാൽ ഓൾറെഡി നമ്മുടെ ബോഡി വീക്കാണ് ക്യാൻസർ വരുമ്പോൾ. ഇങ്ങനത്തെ കുറേ ഫേക്ക് ഇൻഫോർമേഷൻസ് നമ്മുടെ മനസ്സുകൂടെ വീക്കാക്കുകയാണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുകയാണ്, നമ്മൾ പേടിക്കുകയാണ് അല്ലേ. അപ്പോൾ പരമാവധി എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. കാരണം ഇങ്ങനെ ഓരോന്ന് വിശ്വസിച്ച് സ്വന്തം ജീവിതവും പൈസയും ഒക്കെ കൊണ്ടുപോയി കളഞ്ഞ കുറച്ച് പേരെ എനിക്ക് നേരിട്ട് അറിയാം. കാരണം നമ്മൾ ക്യാൻസർ എന്നൊക്കെ വരുമ്പോൾ മാനസികമായിട്ടും എന്താ പറയുക, ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി ഒക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോൾ നമ്മളത് കയറി പിടിക്കും. അത് മനുഷ്യ സഹജമായ ഒരു പ്രവണതയാണ്. പക്ഷേ അവിടെ ഒരുപാട് ചതിക്കുഴികൾ ഒളിച്ചിരിക്കുന്നുണ്ട്. കീമോതെറാപ്പി പോയിസൺ ആണ് എന്ന് പറഞ്ഞിട്ട് കീമോ എടുക്കാണ്ട് എന്താ പറയുക, നമുക്ക് നഷ്ടപ്പെട്ട ആളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ സൂക്ഷിക്കുക. കാരണം ഈ ക്യാൻസർ ഡേക്ക് എനിക്ക് ഒരു 7 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, ഒട്ടുമിക്കതും ഇല്ല എന്നല്ല, നമുക്ക് അത്യപൂർവമായ, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ സിദ്ധവൈദ്യന്മാരൊക്കെ അത്ഭുത മരുന്നുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ ജെന്യൂനായിട്ടുള്ള ആൾക്കാരാണ്. അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാവും, പൈസയും ജീവിതവും നമ്മുടെ എന്താ പറയുക ജീവനും എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ഈ അന്ധമായിട്ടൊന്നും വിശ്വസിക്കാതിരിക്കുക. ആദ്യം വേണ്ടത് പേടിയില്ലായ്മയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട, എല്ലാ അസുഖങ്ങളും പോലെ തന്നെ എന്നുള്ളത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. രണ്ടാമത് നമ്മൾ എന്താ പറയുക, വിശ്വാസമാണ്. അതായത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ നമ്മുടെ സയൻസ്, എല്ലാത്തിലും നമുക്കൊരു വിശ്വാസം വേണം. അവർ നമ്മളെ രക്ഷപ്പെടുത്തി എടുത്തോളും എന്നുള്ളൊരു വിശ്വാസം വേണം. പിന്നെ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് തരണം ചെയ്യാം. പിന്നത്തെ കാര്യം ചുറ്റുമുള്ളവരോടാണ്. ക്യാൻസർ പേഷ്യൻസിനോട് നമ്മൾ പറയുന്ന ചിലപ്പോൾ സ്നേഹം കൊണ്ട് പറയുന്ന പല വാക്കുകളും അവർക്കൊരു ചിലപ്പോൾ വേദനിച്ചേക്കാം. കാരണം നമ്മൾ പറയുന്ന നല്ല ഇന്റൻഷൻസ് വെച്ചിട്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ അറിയാതെ പോലും അവർക്ക് വിഷമമുണ്ടാക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ടു ബി ഫ്രാങ്ക്. അപ്പം നമ്മളിങ്ങനെ ഒരാളോട് എന്താ പറയണത്, നിങ്ങൾ ബി സ്ട്രോങ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, നിങ്ങൾ ഓവർകം ചെയ്ത് വരണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ. നേരെ മറിച്ച് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട, ഈ പറഞ്ഞ പോലെ ക്യാൻസർ പേഷ്യൻസിന് മോട്ടിവേഷൻ അല്ല വേണ്ടത്. ഒരാൾക്ക് അങ്ങനെ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരിക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താ, നമ്മളോട് ഒന്ന് വിളിച്ചിട്ട് നിനക്കിന്ന് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ചോ, നമ്മളൊക്കെ ഉണ്ട്, കയറി പോരെ, അങ്ങനത്തെ കുറച്ച് വാക്കുകളില്ലേ, അതാണ് അവർക്ക് വേണ്ടത്. കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നല്, അവർക്കൊരു കുറച്ചു നേരം അവരോട് സംസാരിച്ചിരിക്കുക, എന്താ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നുവെച്ചാൽ അവർക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിലിരിക്കുന്ന ഒരാളുടെ അവസ്ഥ. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തകർന്നിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഉപദേശിക്കുന്നതിലൊരു കാര്യമില്ല. നേരെ മറിച്ച് നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ, നീ എപ്പോഴും സ്ട്രോങ് ആയിട്ടൊന്നും ഇരിക്കുകയൊന്നും വേണ്ട. നമുക്ക് ക്യാൻസർ പേഷ്യൻസ് മനുഷ്യരാണല്ലേ, അവർക്ക് കരയാം, അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും. എത്ര മെഡിസിൻസ് നമ്മുടെ ബോഡിയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇമോഷണലി നമുക്ക് ചിലപ്പോൾ ഇംബാലൻസ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. വേദന സഹിക്കണം, പേടി സഹിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നടന്നു പോകുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ നിങ്ങൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് ഇരിക്കൂ, അല്ലെ അങ്ങനെ നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറയുന്നതിന് പകരം ഞാനുണ്ട്, അല്ലെങ്കിൽ നമ്മളുണ്ട് കൂടെ, കയറിപ്പോരെ, നീ ഇന്ന് ഫുഡ് കഴിച്ചോ, ഇന്ന് എങ്ങനെയുണ്ട്, ഇന്ന് വോമിറ്റിംഗ് ഉണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കരയാൻ വിടുക. അവർ കരഞ്ഞോട്ടെ, കരഞ്ഞു തീർത്തോട്ടെ. ഒരു ഫീലിങ്സും ഹോൾഡ് ചെയ്യാൻ സമ്മതിക്കരുത്. കരഞ്ഞു തന്നെ തീർക്കാനുള്ളത് കരഞ്ഞു തന്നെ തീർക്കണം.
എപ്പോഴും നമ്മൾ ബോൾഡായിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ സപ്പോർട്ടുകൾ, അത് കൂടെ നിൽക്കുന്നവരാണ് അത് കൊടുക്കേണ്ടത്. അങ്ങനെ കുറച്ച് സപ്പോർട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ലൈഫ് ചേഞ്ച് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ജസ്റ്റ് ആരുമില്ലാത്തൊരവസ്ഥയിൽ നിന്നും ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് കയറി പോരാട്ടോ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടു തരട്ടെ, ഇങ്ങനെയൊക്കെ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉണ്ടാവില്ല. നമ്മളൊക്കെ അല്ലെങ്കിൽ എല്ലാവരും ഉപദേശം കൊടുക്കാൻ പറ്റും അല്ലേ, ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷെ ഉപദേശത്തിലൊരു കാര്യവും ഇല്ല, അത് ആർക്കും ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ സമയമാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആഹാരം, അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ, അതിപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നല്ല, ഏതൊരു രോഗിയും അല്ലെങ്കിൽ ഏതൊരു ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരാളും ആഗ്രഹിക്കുന്നത് അല്ലേ.